ഒരു കാരണവശാലും ഒരു പഴയ അനുഭവങ്ങളൊക്കെയുള്ള ഒരു മുഖ്യമന്ത്രിയും ഇത്ര അനായാസമായിട്ട് ആഭ്യന്തരവും വിജിലൻസും തൻ്റെ പ്രതിയോഗിയെ പോലെ നിന്ന ഒരാളിന് വിട്ടുകൊടുക്കില്ല. ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ വഹിക്കുന്നവരോട് യാതൊരുവിധ ഡിസ്ക്രിപ്പൻസിയും അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനും അദ്ദേഹം കാണിക്കില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയാണത്, ഞാൻ മുഖ്യമന്ത്രിയാണ് ഇവിടെ എന്ന ബോധ്യത്തിൽ പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സ്വഭാവം വി ഡി സതീശനുണ്ട്. ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡുള്ള ഒരു ലീഡറെ വളരെ നാളിന് ശേഷം കാണുന്നത് ഇപ്പോഴാണ്. കെ കരുണാകരൻ അങ്ങനെ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും, നടത്തും, യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും, കോൺഗ്രസ് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ചില ശൈലി വി ഡിയും തുടർന്നിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഒപ്പം 20-അംഗ മന്ത്രിസഭയും. പരിശോധിക്കാം നമുക്ക് വി ഡി സതീശനും ടീമും ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് ഉയർത്തുന്നത്, ആ പ്രതീക്ഷ നിറവേറ്റാനുള്ള സാധ്യതകൾ, ടീം അംഗങ്ങളുടെ വിലയിരുത്തൽ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, ഒപ്പം തന്നെ മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക്. എങ്ങനെയാണ് അങ്ങയുടെ മനസ്സ് ഇപ്പോൾ പറയുന്നത്? വി ഡി സതീശൻ പ്രതീക്ഷ നിറവേറ്റുമോ? അദ്ദേഹത്തിന് സാധിക്കുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെ വന്ന വഴികൾ നോക്കുമ്പോൾ അദ്ദേഹം സതീശനല്ല, വിസ്മയനാണ്. വിസ്മയങ്ങളാണ് അദ്ദേഹം തീർത്തിട്ടുള്ളത്. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ പലരും പറഞ്ഞു അത് വേണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല തന്നെ ഇത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്ത രമേശ് ചെന്നിത്തല തന്നെ ഒരു വട്ടവും കൂടെ തുടരുന്നതായിരുന്നു നല്ലത്. പക്ഷേ വി ഡി സതീശൻ അതിനെയെല്ലാം കവച്ചു വെച്ച് നല്ല ഉഗ്രൻ പെർഫോമൻസുമായിട്ട് അസംബ്ലിക്ക് അകത്തും പുറത്തും നിന്നു എന്നുള്ളത് ഒരു അതിശയിപ്പിക്കുന്ന സത്യം തന്നെയാണ്. അതൊരു വിസ്മയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം വിസ്മയമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം വിസ്മയങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലരും അതൊരു തമാശയായിട്ടാണ് എടുത്തത്. പക്ഷേ ഓരോ വിസ്മയങ്ങളായിട്ട് അദ്ദേഹം ഓരോ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുമ്പോഴും അതെല്ലാം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ്മയം തന്നെയായിരുന്നു. കാരണം ഇടതുപക്ഷം ആ കാലഘട്ടങ്ങളിലെല്ലാം വളരെ മേൽക്കോയ്മയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇടതുപക്ഷത്തിന് ഇനി 3-ാം ഊഴമല്ല 4-ാം ഊഴം വരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലും വിസ്മയങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ അടുത്ത വിസ്മയമായി അദ്ദേഹം പറഞ്ഞത് 100 സീറ്റാണ്. അന്നെല്ലാവരും പുച്ഛിക്കുകയാണ് ചെയ്തത്. കാരണം 100 സീറ്റിന് ഒരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടിപ്പോയാൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ കഴിയും, അതും ഭരണവിരുദ്ധ പ്രകാരം ഉള്ളതുകൊണ്ട് മാത്രം. പക്ഷേ അതിലും അദ്ദേഹം 100ഉം കഴിഞ്ഞ് 102 സീറ്റ് എന്നുള്ള മേന്മയിലേക്ക് വന്നു. അതിനുശേഷം വന്ന മറ്റൊരു വിസ്മയമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളത്. അന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, താൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, ഈ ബസ്സിലിരുന്ന് ഓടാൻ തയ്യാറല്ല, ബസ് എവിടെയെങ്കിലും നിൽക്കട്ടെ, UDF എന്ന ബസ് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ടീം UDF എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അന്ന് ഞാൻ ഇറങ്ങി ഓടിയാൽ മതിയല്ലോ എന്ന്. അതുപോലെ തന്നെയായിരുന്നു. ഏതാണ്ട് ഗ്രൂപ്പ് കളികളും മറ്റ് സമവാക്യങ്ങളും കേന്ദ്ര ഹൈക്കമാൻഡിൻ്റെ നിർബന്ധ ബുദ്ധിയും എല്ലാം കൂടെ ചേർന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എന്ന് നമ്മൾ കരുതിയപ്പോഴാണ് വി ഡി സതീശൻ ടീം UDFൻ്റെ ബസ്സിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങിയത്. ആ ഓട്ടം അദ്ദേഹം കൊണ്ട് എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്കായിരുന്നു. അതിൽ തീർച്ചയായിട്ടും ലീഗിൻ്റെ ഒരു സപ്പോർട്ട്, മറ്റ് ഘടകകക്ഷികളുടെ സപ്പോർട്ട് എല്ലാം വളരെ പ്രധാനമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അവിടെ വന്ന് എത്തിച്ചേർന്നു. അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്, പരാജയങ്ങളിലേക്ക് പോയി ഒടുവിൽ വിജയത്തിലെത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും, പരവൂർ പോലും ആദ്യം അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. രണ്ടാമത് 2001 മത്സരിക്കാൻ പോയപ്പോൾ AK ആൻ്റണി ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിന് AK ആൻ്റണിയാണെന്ന് നിർദ്ദേശിച്ചത് പരവൂർ മത്സരിക്കാനായിട്ട്. രണ്ടാമത് പറഞ്ഞു, AK ആൻ്റണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അവിടെ പോയി മത്സരിക്കേണ്ട, ഇനിയിപ്പം രണ്ടാമത്തെ ഘട്ടം അതിലും ബുദ്ധിമുട്ടാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നിലം ഉഴുതു മറിച്ചിട്ടുണ്ട്, എനിക്ക് വിജയിക്കാൻ കഴിയും. അദ്ദേഹം ഒരു എക്സ്പേർട്ട് ഇലക്ഷൻ എഞ്ചിനീയറാണ്. 2 ഗുണങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഒരു ഉമ്മൻചാണ്ടിയുടെ കരുതലും സ്നേഹവും, അത് അദ്ദേഹത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അതുപോലെ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖം. കാരണം ധാർഷ്ട്യത്തിൽ നിന്ന്, ധിക്കാരത്തിൽ നിന്ന് ഒരു വിനയത്തിലേക്ക് വരുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചേഞ്ചാണ്. കാർമേഘവും ഇടിയും മഴയും ഒക്കെ ആയിട്ട് നിന്നിട്ട് ഒരു പെട്ടെന്ന് ഒരു സൂര്യോദയം ഉണ്ടാകുന്നു. ആ തണുപ്പിന്, ആ ഇടി മിന്നലിനെ ഒക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് പ്രകൃതിക്ക് മുഴുവൻ കുളിർമ പകർന്നുകൊണ്ട് ഒരു സൂര്യോദയം ഉണ്ടാകുന്നത് പോലെയാണ് അതെ അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിന് അത് ദൃശ്യമാകുന്ന ഒരു മാറ്റമാണ്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും. 62-കാരനായ വി.ഡി. സതീശൻ ഇത് 6ാം തവണയാണ് പറവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നത്. 2001 ശേഷം പിന്നീട് അദ്ദേഹം ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ അങ്ങ് പറഞ്ഞതുപോലെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം, അതുപോലെ തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഫോക്കസ്ഡ് ആണ്. അദ്ദേഹം പറയുന്നത് വളരെ ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഹീ ഈസ് വെരി കോൺഫിഡൻറ്റ്. പറയുന്നത് എന്ത് എന്ന് കൃത്യമായി അറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൽ വിശ്വാസവും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് 2 കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തെക്കുറിച്ച് അദ്ദേഹം നല്ല ഗൃഹപാഠം നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സമൂഹം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. UDF എന്താണ്, കോൺഗ്രസ് എന്താണ്, ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നുള്ളതും അദ്ദേഹം വർഷങ്ങളായി പഠിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവഗണനകൾ വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സിൽ അവഗണന, അതിനു മുമ്പ് KSUവിൽ അവഗണന, എന്തിന് DCC പ്രസിഡന്റ് പോലും ആകുന്നതിൽ അദ്ദേഹത്തിന് അവഗണനയും അവജ്ഞയൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് കളികളുടെ പല പ്രഷറുകൾ അദ്ദേഹം വന്നിട്ടുണ്ട്. അവസാനം ഈ പരാജയങ്ങൾ ഓരോന്നോരോന്നായി പോയി അദ്ദേഹം വിജയത്തിൻ്റെ പടവുകൾ കയറിയപ്പോൾ പിന്നെ ഗ്രൂപ്പ് വെച്ച് പോലും അദ്ദേഹത്തിന് വെട്ടാൻ പറ്റാത്ത വിധത്തിൽ ഒരു മെയ്വഴക്കം അദ്ദേഹത്തിന് ഉണ്ടായി, നേടിയെടുക്കാൻ സാധിച്ചു. അതാണ് വളരെ ഭംഗിയായിട്ട് ഒരു മെയ്വഴക്കം അദ്ദേഹം ഉണ്ടായി. അദ്ദേഹം കേരള സർവകലാശാലയുടെ MG സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു, MG സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ അത്രയും അന്ന് ആ യൂണിയന് നേതൃത്വം നൽകിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം അദ്ദേഹം NSU ദേശീയ സെക്രട്ടറി ആയിട്ടുണ്ട്. അതുപോലെ ഉയർന്നു വന്ന ഒരു കഠിനാധ്വാനത്തിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ ഉയർന്നു വന്ന ഒരു നേതാവാണ്. ഗൃഹപാഠം ചെയ്യുന്നതിൽ മിടുക്കനാണ്. കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നു, വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു. ജനങ്ങൾക്ക് അതിൽ യാതൊരു ഡിഫിക്കൽറ്റിയുമില്ല മനസ്സിലാക്കാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊതുഭരണ വകുപ്പ്, പക്ഷേ കോൺഗ്രസിൽ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡുള്ള ഒരു ലീഡറെ വളരെ നാളിന് ശേഷം കാണുന്നത് ഇപ്പോഴാണ്. കരുണാകരൻ അങ്ങനെ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും, നടത്തും, UDFന് ഭൂരിപക്ഷം കിട്ടും, കോൺഗ്രസ് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ചില ശൈലി VDയും തുടർന്നിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെ, ധനകാര്യം, നിയമം, അതുപോലെ തന്നെ തുറമുഖം, പൊതുഭരണം, ഈ വകുപ്പുകളായിരിക്കും അദ്ദേഹം ഹാൻഡിൽ ചെയ്യുക. എന്തായാലും നല്ല തുറക്കമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ജനങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കി. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു സ്റ്റേഡിയം. അവരെല്ലാം തന്നെ ആർപ്പുവിളികളോടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞകളെല്ലാം തന്നെ ഏറ്റുവാങ്ങിയത് എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. കാരണമുണ്ട്. നമ്മൾ ഓരോ മന്ത്രിമാരെ എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ ഒരു മുഖത്തൊരു പ്രസന്നത, സന്തോഷം, ചിരി ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട, അതെ, ഈ ചിരി വരാൻ കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. അതായത് തർക്കത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയായിരുന്നു തീരുമാനിച്ചത്. 3 പേർ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം, പകൽ പോലെ വ്യക്തമാണ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ മത്സരം വിജയിച്ചു. അതിനുശേഷം, മത്സരത്തിന് ശേഷം അദ്ദേഹം ആ മുറിവുണക്കാൻ കാണിച്ച മനസ്സ് അത് വളരെ നല്ലതാണ്. നേരെ രമേശ് ചെന്നിത്തലയെ കാണുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം മുൻപും ശേഷമുള്ള ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം. ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് അംഗീകാരം നിയുക്ത മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്തേക്ക് പോകുന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എൻ്റെ നേതാവാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠതുല്യനാണ്. നേതാവാണ് എന്നൊരാൾ പറയുക വലിയ വിഷമമാണ്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാരണം നമുക്കൊരു പദവി കിട്ടിയാൽ അതിൻ്റെ താഴെ നിൽക്കുന്നവരെല്ലാം കൊച്ചായി കാണിക്കുന്ന ഒരു ശീലം പൊതുവെ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതില്ലാതെ എൻ്റെ നേതാവാണ്, അതായത് അദ്ദേഹമാണ് ഈ മന്ത്രിസഭയുടെ നേതാവ്, ആകേണ്ട ആൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അതിലേക്ക് വരാൻ ക്ഷണിക്കാൻ പോകുന്ന ആൾ തന്നെ എൻ്റെ നേതാവാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത. അതുപോലെ UDFലെ എല്ലാ നേതാക്കളെയും അദ്ദേഹം ഒരുപോലെ കയ്യിലെടുത്തു. KC വേണുഗോപാലിനെ കണ്ടു, സംസാരിച്ചു. അതെ, വീണ്ടും KC വേണുഗോപാലിനെ കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ മന്ത്രിസഭയിൽ പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തണമെന്നുള്ള റിക്വസ്റ്റ് നടത്തി, അദ്ദേഹം എത്തി. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ LDFകാരൊക്കെ തന്നെ പറയുന്നുണ്ട്, കാണാം, നമുക്ക് കാത്തിരുന്ന് കാണാം, 6 മാസത്തിന് മുമ്പ് ഇവർ അടിച്ചു പിരിഞ്ഞേക്കുമെന്ന്. പക്ഷേ ഈ ആ ഒരു മുൻവിധിയോടുകൂടി മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു വി.ഡി. സതീശൻ ശക്തമായ ഒരു നേതൃത്വം നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അടിച്ചു പിരിയണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരം ഈ മന്ത്രിസഭ
പിന്നെ അംഗങ്ങളുടെ നിശ്ചയമായിരുന്നു. ആ സമയത്ത് ഇത് അടിച്ച് പിരിയേണ്ടതാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷ എന്താ, മുഖ്യമന്ത്രിക്ക് 8 ദിവസം എടുത്തു, മുഖ്യമന്ത്രി ആരെന്നറിയാനായിട്ട് 8 ദിവസത്തോളം എടുത്തു. പക്ഷേ ഇത് അതിൽ കൂടുതൽ എടുത്തു 10 ദിവസത്തോളം എടുത്തു. അതെ 10-15 ദിവസം എടുത്തു. അതെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്, 1 മാസം എടുക്കും മിനിമം മന്ത്രിമാരെ നിശ്ചയിക്കുകയാണെന്ന്. പക്ഷേ 48 മണിക്കൂർ കൊണ്ട് വി ഡി സതീശൻ ആ ടീം ബിൽഡപ്പ് ചെയ്യുന്നത്. അതാണ് ടീം ലീഡർ. ടീം ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ പ്രത്യേകത. അത് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരിലും നമ്മളൊരു ടീമാണ് എന്നുള്ള ബോധ്യം വളർത്തിക്കൊണ്ട് തൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ആഭ്യന്തരവും വിജിലൻസും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ഞെട്ടുന്ന സംഗതിയാണ്. പക്ഷെ അദ്ദേഹം നിർഭയനായി വിട്ടുകൊടുത്തു. കാരണം ഇത് ടീമാണ്. ഈ ടീമിൽ നിന്നിൻ്റെ കളിയിൽ നിന്ന് വ്യത്യാസം വന്നാൽ ആ ടീമിലുള്ള ആളിനെ പുറത്താക്കാനും എനിക്കറിയാമെന്ന് പറയാതെ പറയുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് പ്രധാനം. അതെ, നിങ്ങൾക്ക് ആഭ്യന്തരവും വിജിലൻസും ഞാൻ തന്നത് ടീമിൻ്റെ ഭാഗമാണ്. ടീം, ഞാൻ ലീഡറാണ്, എൻ്റെ ടീമിനൊപ്പം പോകണം. ആ ടീമിനൊപ്പം പോകാനാണ് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ തന്നിരിക്കുന്നത്. അതിൽ പാസ് ചെയ്യാം, ബൈപ്പാസ് ചെയ്ത് വേറൊരാൾക്ക് ബോൾ കൊടുക്കരുത്. അതെ, അത് വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതാണ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും മൂർധന്യഭാവം. ഒരു കാരണവശാലും ഒരു പഴയ അനുഭവങ്ങളൊക്കെയുള്ള ഒരു മുഖ്യമന്ത്രിയും ഇത്ര അനായാസമായിട്ട് ആഭ്യന്തരവും വിജിലൻസും തൻ്റെ പ്രതിയോഗിയെ പോലെ നിന്ന ഒരാളിന് വിട്ടുകൊടുക്കില്ല. കാരണം ഇപ്പം മനസ്സറിയാൻ പറ്റില്ല. ചിരിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു എന്നുള്ളത് കവിഞ്ഞ് മനസ്സിനിയും എവിടെ നിൽക്കുന്നു. രാഷ്ട്രീയക്കാരൻ്റെ മനസ്സങ്ങനെയാണ്. പുറമേ കാണുന്ന ചിരിയല്ല അകത്തുള്ളത്. അവിടെ ചിലപ്പം ഏത് മുഖമാണുള്ളതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും ആ ടീം ലീഡറുടെ കോൺഫിഡൻസ്, നമ്മൾ ഒന്നിച്ച് കളിക്കുകയാണ്, കളി തെറ്റിക്കരുത് എന്നുള്ള ഒരു സന്ദേശം കൂടെ അവിടെ ഞാൻ താങ്കൾക്ക് പൂർണ്ണമായും എൻ്റെ ഹൃദയം നൽകുന്നു, തിരിച്ച് അതുപോലൊരു പ്രതികരണം വേണമെന്ന് പറയുന്ന ഒരു സമീപനം. അതുകൊണ്ട് അവിടെ തെറ്റാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റാരും തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മന്ത്രിസഭയിലെ മുഴുവൻ പേരും അദ്ദേഹത്തിനോട് ഒത്തുനിൽക്കാൻ സാധ്യതയുള്ളവരാണ്. മുമ്പത്തെ കാര്യങ്ങൾ എല്ലാം മുറിവുണക്കി ഒന്നിച്ചു പോകാൻ സാധിക്കും. കാരണം വലിയൊരു മുറിവാണ് ഉണ്ടായത്. കാരണം വലിയൊരു ഭൂരിപക്ഷത്തിൽ വന്നിട്ട് 47 MLA-മാർ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു, 8-9 MLA-മാർ വേറൊരാൾ നിൽക്കുന്നു, VD-യുടെ അടുത്ത് 3-4 MLA-മാരെ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം കരകയറി വന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നിട്ട് പിന്നെയും അവരോട് വിനയാന്വിതനായി പെരുമാറിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വിലപ്പെട്ട വകുപ്പുകൾ നൽകുന്നു, നമുക്ക് ടീമായിട്ട് മുന്നോട്ട് പോകണം, കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യാശ നമുക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു വിസ്മയനാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് മന്ത്രിസഭയിൽ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് വരുന്നത്. 70-കാരനായ രമേശ് ചെന്നിത്തല 26-ാമത്തെ വയസ്സ് മുതൽ MLA ആയി. 80-ലാണ് അദ്ദേഹം MLA ആകുന്നത്. അതിന് പിന്നാലെ 30-ാം വയസ്സിൽ അദ്ദേഹം മന്ത്രിയാവുകയാണ്. 84-ൽ കരുണാകരൻ മന്ത്രിസഭയിൽ 84-ലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അതെ, 56-ലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. 80-ൽ 26-ാം വയസ്സിൽ MLA ആകുന്നു. 84-ൽ 30-ാം വയസ്സിൽ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമാകുന്നു. അദ്ദേഹം 5-ാമത്തെ തവണയാണ് MLA ആയി ഹരിപ്പാടിനെ പ്രതിനിധീകരിച്ചെത്തുന്നത്. 4 തവണ അദ്ദേഹം MP ആയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഗംഭീര പ്രൊഫൈലാണ് അദ്ദേഹത്തിൻ്റെ. 90-ൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കേരളത്തിൽ അധ്യക്ഷനായി അദ്ദേഹം. ഒരു നേതാവും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പൊളിറ്റിക്കൽ കരിയർ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതെ, ചെറുപ്പത്തിൽ മുതൽ ഈ 70-ാമത്തെ വയസ്സിലെത്തുന്നത് വരെ 2 പ്രാവശ്യം ആഭ്യന്തരമന്ത്രിയാകുക, ഒരു വർഷം പ്രതിപക്ഷ നേതാവുക, പിന്നെ വളരെ നാൾ KPC പ്രസിഡൻ്റായിരിക്കുക, പിന്നെ എല്ലാവരുടെയും താക്കോൽ സ്ഥാനത്തുള്ള ഒരു ആളായി മാറുക. അപ്പം പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരിലും അദ്ദേഹം താക്കോൽ സ്ഥാനത്തായിരുന്നു. VD സതീശൻ്റെ മന്ത്രിസഭയിലും അദ്ദേഹം താക്കോൽ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതെ, ആ താക്കോൽ സ്ഥാനം അലങ്കരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം ഭംഗിയായി ചെയ്യുമെന്ന് തന്നെയാണ് VD സതീശൻ്റെ പ്രതീക്ഷ. തിരിച്ചും അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ പരസ്പരമുള്ള ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അദ്ദേഹം 2016-21 കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ആദ്യത്തെ ടൈമിൽ. പിണറായി വിജയൻ അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമല്ല, ഓരോരുത്തരുടെയും വിധി ഓരോ തരത്തിലേക്ക് നിശ്ചയിക്കുന്നത്. 1991 മുതൽ 2004 വരെ അദ്ദേഹം MP ആയിരുന്നു. അതെ, 2004-ൽ അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ വീണ്ടും ഒന്നുമല്ലാതെ കുറച്ച് നാൾ നിൽക്കേണ്ടി വന്നു. അങ്ങനെ 2005-ൽ KPC പ്രസിഡന്റ് ആവുന്നു. പിന്നെ അതൊരു നീണ്ട ടേമായിരുന്നു. നീണ്ട ടേമെന്ന് വെച്ചാൽ 15 വർഷം കേരള രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു പോവുകയാണ്. 91-ൽ അദ്ദേഹം MP ആവുന്നു, 96-ൽ MP ആവുന്നു, 99-ൽ MP ആവുന്നു, 2004-ലും കൂടെ MP ആയി പോയെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയി അങ്ങനെ പോയേനെ. ആ ഒരു ദുര്യോഗം അദ്ദേഹത്തിന് വന്നുപോയി.
തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുള്ളൊരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ. പക്ഷേ ആ അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഈ 10-20 വർഷം അദ്ദേഹത്തിന് കേരളവുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാരണം MP ആകുമ്പോൾ അധികവും കേന്ദ്രത്തിലെ പല എൻഗേജ്മെൻറ്റുകളുമായിട്ട് പോയി. ആ ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വലിയ ലീഡറാണെങ്കിലും ഇവിടെയുള്ള വേരുകൾ, പിന്നെ ഗ്രൂപ്പ് കളികൾക്ക് അദ്ദേഹം അധികം നിൽക്കാറില്ലാത്ത ഒരാളാണ്. കരുണാകരൻ്റെ തട്ടകത്തിലാണ് രാഷ്ട്രീയം പയറ്റിപ്പിടിച്ചത്. കരുണാകരനോട് വളരെ കൂറ് കാണിച്ചിട്ടുള്ള ഒരു ആളുമാണ് അദ്ദേഹം. അതെ, കരുണാകരൻ ഏറെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതെ. അതിനുശേഷം നമ്മൾ ഇപ്പോഴത്തെ കാര്യം തന്നെ എടുത്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറെ അപ്രസക്തനായി പോയി രമേശ് ചെന്നിത്തല എന്ന് നമ്മളെല്ലാവരും കരുതി. മുഖ്യമന്ത്രി മത്സരത്തിലേക്ക് നോക്കുമ്പോൾ മറ്റു രണ്ടുപേരും വളരെ വലിയ ലീഡിലാണ് പോകുന്നത് ചർച്ചകളിലൊക്കെ തന്നെ. പക്ഷേ മന്ത്രിസഭാ രൂപീകരണ വേളയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വകുപ്പ് ഏറ്റെടുക്കുന്നു. അതും ആഭ്യന്തരവും വിജിലൻസും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വീണ്ടും കീ പോസ്റ്റിലേക്ക് അദ്ദേഹം വരുന്നു, അങ്ങ് പറഞ്ഞതുപോലെ. ഒപ്പം തന്നെ അദ്ദേഹം നിർദ്ദേശിച്ച കൂടുതൽ പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. അതും ഒരു വലിയ നേട്ടമാണ് അദ്ദേഹം. അതും KC വേണുഗോപാൽ പക്ഷക്കാരാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നവരെയാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മുറിവുണക്കൽ നടത്തിയിരിക്കുന്നു. അതെ. അപ്പോൾ ഇവരെന്തായാലും ഇനി എന്നും രമേശ് ചെന്നിത്തലയോട് കൂറുള്ളവരായിരിക്കുമല്ലോ. കോൺഗ്രസിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അതിനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ അത്തരത്തിലൊരു വ്യത്യാസം വരാതെ കൊണ്ടുപോകാൻ VD സതീശന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ മന്ത്രിമാരെയും അദ്ദേഹം ആ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതികരണം സത്യപ്രതിജ്ഞാ ചടങ്ങിലും അതിനുശേഷവും പിന്നെ മൊത്തത്തിൽ കാണാൻ കഴിഞ്ഞു. ഒരല്പം റിലാക്സ് ചെയ്ത് കൊടുക്കുന്ന പ്രകൃതമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പ് പോലൊരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നാണ് അങ്ങ് കാണുന്നത്? ഇപ്പോഴത്തെ പരിചയം എന്ന് പറയുന്നത്, ഭരണപരിചയം പരിചയം എന്ന് പറയുന്നത് പരിചയേക്കാൾ വലുതാണെന്ന് പറയും. കാരണം എല്ലാം തടുക്കാൻ കഴിയുന്നതാണ് ഈ പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ പരിചയമുള്ളവന് പരിചയം വേണ്ട എന്ന് പറയും. അതായത് എക്സ്പീരിയൻസുകളുടെ ഒരു രാജാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനോടും നിൽക്കുന്ന ആരും ഇന്ന് കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് കോൺഗ്രസ്സിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഒരു പിൻ പോയിൻ്റായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തന്നെ പ്രിയങ്കരനായ അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി സീറ്റിൽ നിന്ന് എണീറ്റു എന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു. അത് മറ്റാർക്കും അദ്ദേഹം കൊടുത്തില്ല. അത് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം കൊടുത്തൊരു പ്രത്യേകതയാണ്. അത് നമ്മളൊരു പ്രത്യേക വികാരം അവർ തമ്മിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പരിചയസമ്പത്ത് ഈ മന്ത്രിസഭയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മൾ മറ്റു മന്ത്രിമാരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ആശംസ വന്നിട്ടുണ്ട്. കേന്ദ്രവുമായി VD സതീശൻ മന്ത്രിസഭയുടെ ടീം VDയുടെ കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും പിണറായി വിജയനേക്കാൾ ഹൃദ്യമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ വഹിക്കുന്നവരോട് യാതൊരുവിധ ഡിസ്ക്രിപ്പൻസിയും അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനും അദ്ദേഹം കാണിക്കില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയാണ് അത്, ഞാൻ മുഖ്യമന്ത്രിയാണ് ഇവിടെ എന്ന ബോധ്യത്തിൽ പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സ്വഭാവം VD സതീശനുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇത് മുഖ്യമന്ത്രിയാണ്, അത് പ്രധാനമന്ത്രിയാണ്, ഇത് ഗവർണറാണ് എന്നുള്ള വകതിരിവ് എന്ന് നമ്മൾ പറയുമല്ലോ, ആ വകതിരിവാണ് ഏറ്റവും പ്രധാനം. പലർക്കും ഇല്ലാതെ പോകുന്നത് വകതിരിവാണ്. കാരണം ഞാനാണ് ഏറ്റവും ചിന്തയാണ് പലർക്കും ഉണ്ടായിരുന്നത്. സ്റ്റാലിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊക്കെ പറ്റിയ കുഴപ്പം അതാണ്. ഞാൻ കഴിഞ്ഞേ അയാളുള്ളൂ എന്ന ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമീപനം, അത് ഒരു ഭരണഘടനാ സ്ഥാപനം വഹിക്കുന്നവർക്കും ഭൂഷണമല്ല. അത് VD സതീശൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഈ ഗോഡ് ഫിയറിംഗ് എന്ന് പറയുന്നില്ലേ, അതുപോലെ ഒരു പബ്ലിക് ഫിയറിംഗ് അദ്ദേഹത്തിനുണ്ട്. പബ്ലിക് ഫിയറിംഗ് എന്ന് വെച്ചാൽ പൊതുജനങ്ങളോട് ഭയമല്ല, നമുക്ക് പൊതുജനങ്ങളെ കൺസിഡർ ചെയ്യുന്ന, അതായത് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ഈ ഭയം എന്ന് പറയുന്നത്. അച്ഛനെ കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം ബഹുമാനമാണ്, ബഹുമാനത്തിൻ്റെ മൂർത്തിഭാവമാണ് ഭയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സീർട്ട് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ കൈയും കാലും കിട്ടി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്നത്, ആ ഒരു സമീപനം ജനങ്ങളോട് വേണം. ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഇല്ലാതെ പോയത് ഈ ഒരു പബ്ലിക് ഫിയർ ഇല്ല. അതായത് ജനങ്ങളെ അവരാണ് എന്നെ ഞാനാക്കിയതെന്നുള്ള ചിന്തയൊന്നുമില്ല. ആ ചിന്ത മറന്ന് കടക്കു പുറത്ത് എന്ന് പറയുമ്പം ജനം അപ്സെറ്റായി പോകും.
ഇവിടെ ഞാൻ എന്നെ നയിക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ആളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭരണത്തിൻ്റെ നുകം എൻ്റെ തോളിൽ ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ടാണ് വെച്ച് തന്നത്. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെ കടക്കു പുറത്തു എന്ന് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു പൊതുജനത്തോടൊരു ബഹുമാനം വേണം. ഇത് MLA-മാർക്ക് പോലും ഇല്ലാതായി, മേയർമാർക്ക് ഇല്ലാതായി, ജില്ലാ കൗൺസിലർമാർക്ക് ഇല്ലാതായി, ഇത് പഞ്ചായത്ത് മെമ്പർക്ക് വരെ ഇല്ലാതായി. കടത്തിനെ നിരങ്ങിക്കൊണ്ടിരുന്നവൻ പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞപ്പോൾ അവൻ നമ്മുടെ രാജാവ്. അങ്ങനെ വരുമ്പോൾ ജനം അന്തം വിട്ടു. ഇവിടെ ഇന്നലെ വരെ എന്നെ കാണുമ്പം പഞ്ചഭുജം അടക്കി നിന്നവൻ, ഞാൻ ആ പാവത്തം കരുതി ഇവനെ പഞ്ചായത്ത് മെമ്പറാക്കി. അപ്പോൾ പഞ്ചായത്ത് മെമ്പറായ പിന്നെ അവൻ എൻ്റെ രാജാവ്. ചില പഞ്ചായത്ത് മെമ്പർ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊരു സാധനമുണ്ട്. അവിടെ ഈ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരൊക്കെ വരിക. അവരോട് തട്ടിക്കയറുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് SLC പോലും പാസ്സാകാത്തവനെയാണ് ഈ ചെയർമാനാക്കുന്നത്. അവൻ വന്ന് കോളേജ് പ്രിൻസിപ്പളിൻ്റെ അടുത്തും സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ അടുത്തും ഹെഡ് മാസ്റ്ററുടെ അടുത്തും ഒക്കെ ചാടിക്കയറുക. ഇവർക്ക് ചാടിക്കയറാൻ വേറെ ഒന്നും അറിയില്ല. അതിന് പകരം എന്താ താമസിച്ചത്? ഇയാൾക്ക് ഒരു വണ്ടിയുണ്ട്, സ്റ്റേറ്റ് കാറിൽ, ഇയാൾ പഞ്ചായത്തിൻ്റെ കാറിൽ അവിടെ വന്നിരിക്കും 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക്. ഇവർ ഏതെങ്കിലും ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ ട്രാഫിക് ജാമിനിടയിലോ കയറി ഒരു മിനിറ്റ് താമസിച്ചു പോയാൽ എന്താ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് സമയക്ലിപ്തത അറിഞ്ഞൂടെ? ഡോക്ടറാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലും പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ അവർ അപ്സെറ്റായി പോവുകയാണ്. ഇന്നലെ അവരെ കടത്തിണ്ണലിരുന്ന പാവത്താനെ നമ്മൾ പിന്നെ പഞ്ചായത്ത് മെമ്പറാക്കി അല്ലെങ്കിൽ പ്രസിഡൻ്റാക്കി എൻ്റെ രൂപം ഭാവവും മാറുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളോടൊരു ഭയഭക്തി ബഹുമാനം വേണം. ആ ഭയഭക്തി ബഹുമാനം ഈ മന്ത്രിസഭയിലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ പ്രത്യേകത. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്തും നടക്കും, താല്പര്യമുണ്ടെങ്കിൽ എന്തും സാധിക്കും. ഇത് VD സതീശനിൽ നിന്ന് പഠിക്കേണ്ട ഒരു സാധനമാണ്. VD സതീശന് താല്പര്യത്തിൻ്റെ ഒരാളാണ്. ആ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് വിസ്മയം സംഭവിക്കുന്നത്. എനിക്ക് ഹിമാലയത്തിൽ കയറണം എന്ന് വിചാരിക്കുന്നവൻ അറിയാതെ കയറി പോവും. പല പ്രാവശ്യം ആഗ്രഹിക്കുമ്പോൾ അത് നടക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് നമ്മൾ പണ്ട് പറയും, പിന്നെ ഈ ചിലർ ശാപം കിട്ടില്ലേ, ശാപം കിട്ടുന്നതും ഒരു വാക്ക് പറയുന്നതും എല്ലാം പ്രധാനപ്പെട്ടതാണ്. ചിലർ അറം പറ്റുക എന്ന് പറയും. ഇതിന് ഇപ്പോഴത്തെ വാക്കെന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയും. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാവാനായിട്ട് നിങ്ങൾ 100 വട്ടം പറയുക. 100 സീറ്റ് കിട്ടും, ഞാൻ മുഖ്യമന്ത്രിയാകും, ടീം UDF വിജയിക്കും എന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ചില ടെന്നീസ് താരങ്ങൾക്കൊക്കെ ഇപ്പം അങ്ങനത്തെ കോച്ചിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ സാധാരണ, അറിയാമല്ലോ, എല്ലായിടത്തും ഉള്ളതാണ്. അതെ. ഇനിയിപ്പോൾ നമുക്ക് സണ്ണി ജോസഫിലേക്ക് പോകാം. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും മന്ത്രി സ്ഥാനത്തേക്കാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം റവന്യൂ വകുപ്പായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ഇതിനു മുൻപ് നമ്മൾ ചെറിയ ഉമ്മൻചാണ്ടിയാണ്. അത് ശരി. മിതമായി സംസാരിക്കുകയും സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് എല്ലായിടത്തും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചുമ്മൻചാണ്ടിയാണ് അദ്ദേഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഇതിനു മുമ്പ് വമ്പൻ സ്ഥാനങ്ങളൊന്നും അദ്ദേഹം വഹിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം 4ാം തവണ MLA ആയി. പക്ഷേ തോൽപ്പിച്ചിട്ട് വന്നത് ഒരു ഹെവി വെയിറ്റ് താരത്തെയാണ്. അതെ, KK ശൈലജയെ തോൽപ്പിച്ചു. അതെ, ആ മണ്ഡലം അങ്ങനെ കീഴടക്കിയ ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം. അങ്ങനെ ഉയർന്നു വന്ന ആളാണ് അദ്ദേഹം. അതിനുശേഷം നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എല്ലാവരെയും സോഫ്റ്റ് മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാം. ആ ഒരു മയമുള്ള സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു മയം റവന്യൂ വകുപ്പിൽ നമുക്കിനി കാണാൻ സാധിക്കുമായിരിക്കും. തീർച്ചയായിട്ടും. റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ മുൻപ് മന്ത്രി K രാജൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത പിന്തുടർന്ന് തന്നെ ഇദ്ദേഹത്തിന് നന്നായി പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 74കാരനാണ് അദ്ദേഹം. കണ്ണൂർ പക്ഷേ എനിക്കൊന്ന് സീനിയർ സിറ്റിസൺസിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒരാളാണ്. കാരണം 8ഓ 9ഓ യുവജനങ്ങളുണ്ട്, 2 സ്ത്രീകളുണ്ട്, SC STയിൽ നിന്ന് 2 പേരുണ്ട് മന്ത്രിമാരായിട്ട്. പിന്നെ എല്ലാം പ്രാതിനിധ്യം വളരെ പ്രധാനമാണ് കേട്ടോ. സുധാകരൻ്റെ വന്ന ആളാണ്. 6 മുസ്ലിങ്ങൾ, 6 ക്രിസ്ത്യാനികൾ, 4 നായന്മാർ, 4 ഈഴവർ, 4 SC STക്കാർ. ഈഴവ അങ്ങ് 3 പിന്നെ SC ST 2, പിന്നെ വനിതകൾ 2. അതിലെല്ലാത്തിലും നോക്കുമ്പോൾ യുവാക്കൾ ഏതാണ്ട് 9 പേരോ മറ്റുണ്ട്. ഒരു 45 വയസ്സിനകത്ത് എടുക്കുന്ന ആ റേഞ്ചിലുള്ള ഒരു 9 പേര് ഈ മന്ത്രിസഭയിൽ വരുന്നു എന്ന് പറയുന്നത് സാര കാര്യമല്ല. അത് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ, പിന്നെ UDFന് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയ
വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട്, ഒരു പ്രതിച്ഛായയായിട്ട് ഈ മന്ത്രിസഭയെ മാറ്റുന്നതിനും ഈ ഇക്വേഷൻ വളരെ ശരിയായി എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഷോർട്ട് ടൈമിലെടുത്ത ഒരു ദീർഘവീക്ഷണം, അതാണ് ടീം. ഞാൻ ഈ വിസ്മയത്തിൽ വേറൊന്ന് കാണുന്നത്, അതൊരു സതീശൻ വിസ്മയമാണ്. ഈ ഒരു മന്ത്രിസഭയിലെ ഒരു സെലക്ഷൻ. കറക്റ്റ്. അതുപോലെ തന്നെയാണ്. എന്തായാലും സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ ശിഷ്യനായി അറിയപ്പെട്ടിരുന്നു. പക്ഷേ ഈ KPCC പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ കെ സുധാകരൻ ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നോ എന്ന് ഒരു അല്ല, അത് അദ്ദേഹം എപ്പോഴും ഈ ഒരു മുന്നോട്ടുള്ള പോക്കിന് സംഘടനയിൽ നിൽക്കുമ്പം അങ്ങനെ പോകുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അതിൽ നിന്ന് താനിരിക്കുന്ന കസേരയിൽ വേറൊരു വേല കാണിക്കാൻ അദ്ദേഹം പലപ്പോഴും മുതിരാറില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ശൈലി. ഇനി അടുത്തത് ലീഡറുടെ മകൻ കെ മുരളീധരൻ. അതാണ് സൂപ്പർ മുഖ്യമന്ത്രി. സൂപ്പർ നേതാവ് തന്നെയാണ്. സൂപ്പർ നേതാവാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിക്ക് മുമ്പേ ഇവിടെ വരേണ്ട ആളായിരുന്നു കെ മുരളീധരൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു പിഴവ് പറ്റി. 2004 വിദ്യാശക്തി മന്ത്രിയായി വന്ന് പിന്നെ വടക്കാഞ്ചേരിയിൽ തോറ്റുപോയി. അതെ. അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടാണ് വരുന്നത്. AK ആന്റണി മന്ത്രിസഭയിലേക്ക്. കിടിലം KPCC പ്രസിഡന്റ് ആയിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് വന്നിട്ട് ശ്രീ മൊയ്തീൻ്റെ അടുത്ത്, മൊയ്തീൻ അന്നൊന്നുമല്ല, അവിടെ ഒരു പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാത്രമാണ്. അദ്ദേഹത്തെ തോപ്പിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അത് പാര വെച്ചതാണ്. അത് തന്നെയാണ് പിന്നെ വേണുഗോപാൽ, KC വേണുഗോപാൽ വന്നിരുന്നെങ്കിലും പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സംഭവിക്കുക എന്ന് ഇദ്ദേഹം ഹൈക്കമാൻഡിലുള്ളവരെ വരെ ബോധ്യപ്പെടുത്തി. കാരണം എൻ്റെ അനുഭവം എനിക്കറിയാം. നമ്മൾ ഈ ഹൈ സ്പീഡിൽ ഓടുമ്പോഴേ കമന്ന് വീണു പോയാൽ പിന്നെ എണീറ്റ് എത്ര ഓടിയാലും ഒന്നാമതെത്താൻ പറ്റില്ല, രണ്ടാമതെത്തില്ല, മൂന്നാമതെത്തില്ല. ഈ റേസ് അങ്ങനത്താണ്. ചെറിയ റേസൊക്കെ ആകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള റേസ് എന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റ് റേസ് ആയിരിക്കും. നമ്മൾ ഈ 100 മീറ്റർ ഓടുന്ന പോലെയാണ്. അതിനിടയ്ക്കൊന്ന് നമ്മളൊന്ന് മറിഞ്ഞു പോയാൽ പോലും പോയി വീഴണ്ട, ഒന്ന് കമന്നാൽ പോലും നൂരുന്നതിനിടയ്ക്ക് എതിരാളികൾ അപ്പുറത്ത് കടന്നിരിക്കും. ആ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. ആ അനുഭവം അദ്ദേഹത്തിന് മാറ്റി കിട്ടിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ലീഡറായി വന്നിരിക്കുന്നു. ഈ മന്ത്രിസഭയിലെ ലീഡർ അദ്ദേഹമാണ്. കാരണം എല്ലാവരെയും VD സതീശനെ ആയാലും രമേശ് ചെന്നിത്തല ആയാലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നയം അദ്ദേഹത്തിന് നയമുണ്ട്, പരിചയസമ്പത്തുണ്ട്. 69-കാരനായ കെ മുരളീധരൻ ഇത് 3-ാം തവണയാണ് MLA ആകുന്നത്. നേരത്തെ 3 തവണ MP ആയിട്ടുണ്ട്. അച്ഛൻ നൽകിയ ഒരു ഉപദേശത്തെക്കുറിച്ച് നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രഷറർ പദവി, പണം കൈകാര്യം ചെയ്യുന്ന പദവി വഹിക്കരുത് എന്നാണ് അത് രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും 2005 അച്ഛനൊപ്പം കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ചത് ഇപ്പോഴും അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ടാകണം തീർച്ചയായിട്ടും. പക്ഷേ അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരു കാരണവശാലും ലീഡർ സമ്മതിച്ചിരുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അന്ന് PC ചാക്കോയോ മറ്റുമൊക്കെ സമ്മർദ്ദം ചെലുത്തിയാണ് ഇദ്ദേഹത്തെ വഴിതെറ്റിച്ചു. ലീഡർ മകന് വേണ്ടി ചെയ്തതാണ്. അല്ലെങ്കിൽ ലീഡർ ഒരിക്കലും കോൺഗ്രസ് വിട്ട് വേറൊരു ചേരിയിലേക്ക് പോകില്ല. അദ്ദേഹത്തിന് പുത്രവാത്സല്യം, സ്നേഹം അത് ഭയങ്കരമാണ്. ഭാര്യയോടായാലും മക്കളോടായാലും ഒക്കെയുള്ള സ്നേഹം, കുടുംബ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് കെ കരുണാകരൻ. അവിടെ അദ്ദേഹം ചിലപ്പം ചില വിട്ടുവീഴ്ചകൾ, എനിക്ക് പിന്നെ എൻ്റെ പാർട്ടിയോടുള്ളത് വേണോ കുടുംബത്തോടുള്ളത് വേണോ എന്നൊക്കെ ചില സംശയങ്ങൾ ചിലർക്ക് വരാമല്ലോ. അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മകനുമായി DIC രൂപീകരിച്ചുവെങ്കിലും ആദ്യം പിതാവ് തിരിച്ചെത്തി കോൺഗ്രസിൽ. പിന്നെ 2011 കെ മുരളീധരനും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പ്രകടമാക്കി മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് നമുക്ക് കാണാനും കഴിഞ്ഞു. അത് വടകരയിലാണെങ്കിലും നമ്മുടെ വട്ടിയൂർക്കാവിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആൾ ആ ഒരു പേരുദോഷം അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ടോപ്പ് നോച്ച് പോസ്റ്റിലേക്കൊക്കെ തന്നെ പരിഗണിക്കും. ഹോണ്ട് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഹോണ്ട് ചെയ്യുന്ന എപ്പോഴെന്നറിയാമോ? നമ്മൾ 7-ാം കൂലിയാണെങ്കിൽ ഹോണ്ട് ചെയ്യില്ല. കഴിവുള്ളവൻ തിരിച്ചു വരുമ്പോൾ അവനെ തടുക്കാനായിട്ട് ആൾക്കാർ പല ആയുധങ്ങൾ തിരയും. അപ്പോൾ തിരയുമ്പോൾ അയാളുടെ കഴുത്തിൽ തന്നെ ഒരു സാധനം ഇരിക്കുകയാണ്, ഒന്ന് വലിച്ചാൽ മതി. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാഞ്ചാട്ടത്തിൽ വന്നത് ഒരു ആയുധമായിട്ട് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അത് അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ മാറി, അദ്ദേഹത്തിൻ്റെ സംഭാഷണം മാറി. ഇന്ന് കെ മുരളീധരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കേരളം കാതോർത്ത് നിൽക്കുന്നു. പണ്ട് കെ കരുണാകരന് പോലും ഇത്രയും കഴിവുണ്ടായിരുന്നു എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് സംഘാടന മികവായിരുന്നു. വാക്കുകൾ അദ്ദേഹം അത്രയ്ക്ക് അമാനമാടുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ കെ മുരളീധരൻ അതിൻ്റെ ഒരു രാജാവാണ്. വാക്കുകൾ കൊണ്ട് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മികച്ച നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം തെളിയിച്ചതാണ്. ഇന്ന് വരെ ഇല്ലാത്ത ചില പ്രത്യേകതകളുള്ള ആ ടീം
UDF എന്ന് പറഞ്ഞാൽ ടീം KPCC അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു, DCC ഉൾപ്പെടെയുള്ളവർക്ക്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അദ്ദേഹത്തിന് അത് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഭംഗിയായിട്ട് ആരോഗ്യവകുപ്പാണ് അദ്ദേഹം കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ആരോഗ്യവകുപ്പ് പണ്ട് VM സുധീരൻ എങ്ങനെയാണോ ആരോഗ്യവകുപ്പിനെ കൊണ്ടുപോയിരുന്നത് അതുപോലെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അത് കഴിഞ്ഞ് PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ് 47കാരൻ, വളരെ ചെറുപ്പത്തിൽ തന്നെ ജനശ്രദ്ധ നേടിയ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ. അങ്ങനെ പേരെടുത്ത് വന്ന PC വിഷ്ണുനാഥ്. അതെ, 2016 മന്ത്രിമാരെല്ലാം പ്രഗത്ഭന്മാരായിരുന്നു. അന്ന് മേഴ്സിക്കുട്ടി അമ്മ എന്നുള്ള ഒറ്റ മന്ത്രിയാണ് തോറ്റത്. അത് PC വിഷ്ണുനാഥിൻ്റെ പോരാട്ട വീര്യം കൊണ്ട് തോറ്റതാണ്. അതെ, വേറെ ആരും ഒന്നും മുട്ടുകുത്തിയില്ല. ഇന്നാണെങ്കിൽ മന്ത്രിമാരെല്ലാം തുരിതുരാ വീണുപോയി. തോൽക്കാത്ത മന്ത്രിമാർ ആരുണ്ടെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു മന്ത്രി പോലും തോറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മേഴ്സിക്കുട്ടി അമ്മ വിഷ്ണുനാഥിൻ്റെ മുമ്പിൽ കുണ്ടറ അടിയറവ് പറ്റിയത്. ആ വിജയം അദ്ദേഹത്തിന് വലിയ നേട്ടമായി. ഇപ്പോൾ ഒന്നുകൂടെ നേട്ടത്തോടെ അവിടെ നിന്ന് തന്നെ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അതെ, അങ്ങ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ച് വളർന്ന നേതാവ്. സൗമ്യനാണ്. 2005 ഏറ്റവും മികച്ച വിദ്യാർത്ഥി നേതാവിനുള്ള പുരസ്കാരം സോണിയാഗാന്ധിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. 2006 MLA ആയി, 11 ദേശീയ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയി. അതെ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. 21 26 MLA നേതാവ്. 2 മണ്ഡലമാണ്. ആദ്യത്തെ 2 തവണ ചെങ്ങന്നൂരാണെങ്കിൽ ഇപ്പോൾ 2 തവണയായി കുണ്ടറയെ പ്രതിനിധീകരിക്കുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ മേഴ്സിക്കുട്ടിയമ്മ എന്ന ഒരു ഹെവി വെയിറ്റ് ഫൈറ്ററെ പരാജയപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടന്നത്. അതെ, ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റിന്റെ പദവി വരെ എത്തി. നിസ്സാരമല്ല. ഈ പ്രായത്തിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത്, അതും സൗമ്യനായി നിന്നിട്ട് പിടിച്ചടക്കുന്ന കുതന്ത്രങ്ങളോ അല്ലെങ്കിൽ കുതികാൽവെട്ടോ കൂടാതെ അങ്ങനെ ഒരു സ്ഥാനത്തെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം എത്തിയെന്നുള്ളത് നിസ്സാരമല്ല. അതെ, മറ്റൊരു ഉമ്മൻചാണ്ടി ശിഷ്യനെ കുറിച്ച് നമുക്ക് പറയാം, T. സിദ്ദിഖ്. തീർച്ചയായിട്ടും. T. സിദ്ദിഖ് 52 വയസ്സാണ് അദ്ദേഹം. അതെ, അദ്ദേഹവും വളരെ ശ്രദ്ധേയനായിരുന്നു. യുവ നേതാവായിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ. വേറൊരു വലിയതുണ്ട്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി MP സ്ഥാനത്ത് രാജിവെക്കല്ല മാറി നിന്ന് കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം വന്നിരുന്നത്. അതെ. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക വന്നപ്പോഴും അദ്ദേഹം MP ആകേണ്ട ആളെ MP ആയിട്ട് നിൽക്കേണ്ടതാണ് 2ാമത്തെ തവണ. അപ്പോഴും പ്രിയങ്ക വന്നപ്പോഴും മാറിക്കൊടുത്തു. പക്ഷെ അതിന്റെ പ്രത്യേകത അവർക്കുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സിദ്ദിഖിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ആശീർവദിച്ചാണ് മന്ത്രിയാകാനായിട്ട് വിട്ടിരിക്കുന്നത്. ആ വേദിയിൽ തന്നെ അവരുടെ പ്രതികരണവും മുഖഭാവവും അത്തരത്തിലായിരുന്നു. അതെ. അദ്ദേഹവും എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട് നിന്നൊരു മന്ത്രി വേണമെന്ന് പറഞ്ഞത് സിദ്ദിഖിനെ ഉദ്ദേശിച്ചുകൂടെയാണ് എന്ന്. അതെ, തീർച്ചയായിട്ടും. M. ലിജു എന്ന 46കാരന് മന്ത്രിസഭയിലെത്തി. ആദ്യമായി MLA ആയി. അപ്പോൾ തന്നെ മന്ത്രിസഭയിലേക്ക് അംഗമാകാനും സാധിച്ചിരിക്കുകയാണ്. 3 പ്രാവശ്യത്തെ പരാജയം അദ്ദേഹത്തിന് വളരെയധികം കുലച്ചു കളഞ്ഞു. ഇത്തവണ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുപോയി. കാരണം ജയസാധ്യതയുള്ള സമയത്താണ് ഒരു പ്രാദേശിക നേതാവ് എതിർ സ്ഥാനാർത്ഥിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അധിക്ഷേപിച്ചത്. അതിൻ്റെ പേരിൽ അപ്പോൾ ഇത്തവണയും കാലിടറിയാൽ പിന്നെ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ പോയി എന്ന് ലിജു കരുതിയിരുന്നു. അതെ. 3 പ്രാവശ്യം തോക്കുന്നതിന് വലിയ തോൽവിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തോറ്റു കഴിഞ്ഞാൽ ഒരു പക്ഷേ തഴയപ്പെട്ടേക്കുമോ. കാരണം ഇയാൾ വലിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അത്രയ്ക്ക് പോരാ എന്ന് വരുന്ന ഒരു സ്റ്റേജ് വരാതെ ആ കുതിപ്പിൽ കയറി വന്നു എന്നുള്ളത്. KC വേണുഗോപാലിൻ്റെ സ്വന്തം ആളെന്നാണ് അറിയപ്പെടുന്നത്. അല്ലെ, പൊതുവെ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് നല്ല മതിപ്പുണ്ട്. പിന്നെ ഈ കോൺഗ്രസിൽ ഇതിങ്ങനെ ഒരു ടാഗ് ഇടും. അതില്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകിൽ KC അല്ലെങ്കിൽ RC അല്ലെങ്കിൽ VD എന്ന് പറഞ്ഞ് ഒരു ടാഗിൽ വരുന്നതാണ്. അല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുമ്പം കോൺഗ്രസിന് വേണ്ടി ശക്തമായി സംസാരിക്കുകയും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ നന്നായിട്ട് പറയുകയും പ്രതിപക്ഷത്തിനെ വീഴ്ത്തുന്ന വിധത്തിൽ ഉള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് മിടുക്കനായിരുന്നു ലിജു. നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ. അതെ. ലിജുവിൻ്റെ ആ സംഭാഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്കമാലിയിൽ നിന്ന് ജയിച്ച 42കാരനായ റോജി M. ജോണും മികച്ചൊരു യുവ നേതാവാണ്. 42കാരൻ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് വിജയിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് സ്വദേശമെങ്കിലും അങ്കമാലിയാണ് തട്ടകം. അത് സൗമ്യതയുടെ മറ്റൊരു പ്രതീകമാണ് റോജി M. ജോണിനെ കുറിച്ച് പറയുന്നത്. അതെ, ആരോട് സമീപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മിതത്വം വളരെ പ്രത്യേകതയുള്ളതാണ്. AICCയുടെ ഭാരവാഹിയാണ്. അങ്ങനെയൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്കമാലിയിലെ വിജയം അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കവർന്നതിൻ്റെ ഒരു വിജയം കൂടെയാണ് എന്ന് പ്രത്യേകം പറയാം. സാജു പോൾ എന്ന ഒരു കിടിലനെയാണ് അവിടെ പരാജയപ്പെടുത്തിയത്. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. OJ ജനീഷ്
വളരെ ആ, എനിക്കൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു മന്ത്രിസഭയിലേക്ക് ഒ ജെ ജനീഷ് അല്ലേ? ആ ഒരു ചെറുപ്പക്കാരൻ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ ഒ ജെ ജനീഷ് ഒരിക്കലും ജീവൻ വെക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ജനീഷാണ്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഒ ജെ ജനീഷ് ഇങ്ങനെ ജീവൻ വെച്ച് വരുമെന്ന്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് MLA ആയിട്ട് നിന്നപ്പോൾ അവിടുന്ന് ജയിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതെല്ലാം കൊടുങ്ങല്ലൂരാണ് മണ്ഡലം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിക്കുമെന്നൊന്നും അത്ര പ്രതീക്ഷയില്ലായിരുന്നു. അദ്ദേഹം അവിടെ നല്ല മിന്നുന്ന വിജയം നേടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആ ആദ്യത്തെ MLA എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം മന്ത്രിയാകുന്നു. കന്യാംഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. 38-കാരനായ കന്യാംഗത്തിൽ MLA, കന്യാംഗത്തിൽ മന്ത്രി, കന്യാംഗത്തിൽ KPC അല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പലപ്പോഴും ഭാഗ്യം തുണച്ച ഒരു നേതാവാണ്. തീർച്ചയായിട്ടും അല്ലേ? ഭാഗ്യം തുണച്ച നേതാവാണ് 38-കാരനായ ഒ ജെ ജനീഷ്. മറ്റൊന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് തുളസി അധ്യാപികയാണ്. അതെ, ശ്രീകണ്ഠൻ MP-യുടെ ഭാര്യയാണ്. പാലക്കാട് നിന്നും ജയിച്ചത് നിസ്സാരമായ സ്ഥലത്തല്ല, കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് മാർക്സിസ്റ്റ് കോട്ടയാണ്. കോങ്ങാട് നിന്ന് ഒരു കോൺഗ്രസ്സുകാരി വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അവർക്ക് ആ ഒരു വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അതിന് പുറമെ ഒരു അധ്യാപിക എന്നുള്ള ഒരു സമ്മതി അവർക്ക് പൊതുവെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മുതലാക്കിക്കൊണ്ടാണ് വിജയം നേടാൻ കഴിഞ്ഞത്. ഭർത്താവിന്റെ തണലിൽ വളർന്ന ഭാര്യ MLA വളരെ റെയറാണ്. ഭാര്യ മന്ത്രി, ഇപ്പം മന്ത്രിയും. ഒരു വീട്ടിൽ രണ്ട് പദവികൾ എത്തിയിരിക്കുകയാണ്. ഇത് പണ്ട് കെ.കരുണാകരന് പോലും കൊതിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനും മകനും മകളും മത്സരിച്ചപ്പം മകനെയും മകളെയും തോൽപ്പിച്ച് കളഞ്ഞു. അച്ഛൻ മാത്രമേ ജയിച്ചുള്ളൂ. 3 പേര് ലോക്സഭയിലേക്ക് മത്സരിച്ചു. പത്മജ മത്സരിച്ചു, മുരളീധരൻ മത്സരിച്ചു, കെ.കരുണാകരൻ മത്സരിച്ചു. അപ്പോൾ കെ.കരുണാകരൻ മാത്രമേ ജയിച്ചുള്ളൂ. മകനും തോറ്റുപോയി. പക്ഷേ ഇവിടെ MP ആയിട്ട് ഭർത്താവും MLA ആയിട്ട് ഭാര്യയും ഇപ്പം മന്ത്രിയും ഒക്കെ ആയിരിക്കുകയാണ്. മറ്റൊന്ന് ബിന്ദു കൃഷ്ണ, തുടർ തോൽവികളിൽ മനംനൊന്ത് നിൽക്കുന്ന ബിന്ദു കൃഷ്ണയുടെ മുഖം ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. കാരണം അവർ മത്സരിച്ചത് കൊല്ലം എന്ന് പറയുന്ന ഇടത് കോട്ടയിലാണ്. അത് അത്ര ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് കിട്ടിയ എതിരാളി എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിലെ താരമായിട്ട് വന്ന മുകേഷൊക്കെയാണ്. ആദ്യം ആളുകൾ അറിഞ്ഞൂടല്ലോ ഇത് ആരാണെന്ന്. പിന്നീടല്ലേ ലഘുപീഡനങ്ങളൊക്കെ നടത്തിയപ്പോഴല്ലേ ആൾക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്ന്. അല്ല, ഇതിനു മുമ്പ് മത്സരിച്ച സമ്പത്തിനെതിരെ മത്സരിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ. അതെല്ലാം കൊലക്കൊമ്പന്മാരോട് ഏറ്റുമുട്ടി. അതും മാർക്സിസ്റ്റ് കോട്ടകളിലാണ് അവർ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ വിജയം അവർ ശരിക്കും അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. മന്ത്രിസ്ഥാനം സമരമുഖങ്ങളിലെ പ്രധാനി എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. തീപ്പൊരി വനിതാ നേതാവ്, പിന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ്, പിന്നെ ആദ്യത്തെ വനിതാ DCC പ്രസിഡന്റ്. അത് പ്രത്യേകതയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DCC പ്രസിഡന്റാണ് ബിന്ദു കൃഷ്ണ. അതെ. അപ്പോൾ ഒരു ജില്ലയുടെ മുഴുവൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല, ഇന്നത്തെ കാലത്ത് ഒരു DCCയുടെ ഭാരവാഹിത്വം ഒരു വനിതയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് കേപ്പബിൾ ആണ് എന്നുള്ളതാണ്. അതെ. 53 വയസ്സാണ് പ്രായം. മറ്റൊരു 62-കാരനെ കുറിച്ചാണ് AP അനിൽകുമാർ എന്ന കരുത്തൻ. 5 പ്രാവശ്യം ജയിച്ച, വണ്ടൂരിൽ നിന്ന് 5 പ്രാവശ്യം. അതെ. 2001 മുതൽ 2006 വരെ 24 നൂറ്റാണ്ട് വിജയ ചരിത്രം രചിച്ച ആളാണ്. KPCയുടെ വർക്കിംഗ് പ്രസിഡന്റ്. നമുക്ക് വേണമെങ്കിൽ പറയാം മലപ്പുറത്ത് കോൺഗ്രസിന്റെ മുഖമെന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. കോൺഗ്രസിന്റെ മുഖമാണ് അദ്ദേഹം. ലീഗിന്റെ ഒരു സൗമ്യ മുഖമാണ്. ലീഗുകാർക്കെല്ലാം പ്രിയനാണ്. അദ്ദേഹത്തിന് ഈ പിന്നെ ആര്യാടൻ മുഹമ്മദിനെ പറ്റിയ പോലെ അബദ്ധം പറ്റരുതെന്ന് വലിയ നിർബന്ധമുണ്ട്. കാരണം മലപ്പുറത്തുനിന്ന് ആര്യാടൻ മുഹമ്മദ് എപ്പോഴും ലീഗുകാരുമായിട്ട് പടവെട്ടിയാണ് കോൺഗ്രസിന്റെ നേതാവായിട്ട് നിന്നത്. അദ്ദേഹം അങ്ങനെയല്ല, രണ്ടിലും കോൺഗ്രസ്സുകാരനോടൊപ്പവും ലീഗുകാരനോടൊപ്പവും ഒരു സൗമ്യ മുഖഭാവത്തോടു കൂടി പോയി സൗമ്യതയിൽ പെരുമാറി ലീഗുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പ്രീതി ഒരുപോലെ പിടിച്ചു പറ്റിയ ആളാണ്. എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പ് ആരും പറയാത്തൊരു നേതാവ് AP ആര്യാടൻ വേറൊരു ജനസായിരുന്നു. അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു പോരാളിയായിരുന്നു. കേരളം കണ്ടിട്ടുള്ള രാഷ്ട്രീയ പോരാളികളിൽ ഏറ്റവും മികച്ച ആൾക്കാരിൽ ഒപ്പം നിർത്താൻ സാധിക്കുന്ന ആളാണ്. അതൊരു കുഞ്ഞാലി മരക്കാർ തന്നെയാണ്. ഒരു മതേതര സ്വഭാവമുള്ള ഒരു നേതാവ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ അതിശയം തോന്നാറുണ്ട്. ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി പറയാൻ, ഇത്രയും ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കാൻ ഇദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് മലപ്പുറത്ത് ലീഗിനോട് ഒട്ടി നിന്നാൽ കോൺഗ്രസിന് വളരാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഞാൻ കീപ്പ് ചെയ്യും. നിങ്ങൾ ലീഗിന്റെ വോട്ട് നിങ്ങൾ പിടിച്ചോ, കോൺഗ്രസിന് വേറൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഞാൻ പിടിക്കും
എന്ന് പറഞ്ഞ് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഓക്കെ. അപ്പോൾ എന്തായാലും മൂന്നാം തവണയാണ് എ പി അനിൽകുമാർ മന്ത്രിയാകുന്നത്. നമുക്കിനി എനിക്ക് തോന്നുന്നു ഇനിയുള്ള മന്ത്രിമാരെ കുറിച്ച് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സമയം ഒട്ടേറെ. നമുക്ക് ഓടിച്ചങ്ങ് പോവാം. പി കെ കുഞ്ഞാലിക്കുട്ടി, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പരിചയസമ്പന്നൻ ലീഗിൻ്റെ നട്ടെല്ലാണ്. ഇന്ന് വരെ കേരളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം 85,000 പര വോട്ട്. ഓക്കെ, നിസ്സാരമായൊരു സംഗതിയല്ല. അദ്ദേഹത്തിന് മണ്ഡലം മാറിയിട്ട് പോലും മലപ്പുറത്ത് 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മറ്റൊന്ന് സൗമ്യതയുടെ ഒരു പ്രതീകവുമാണ്. ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് പലപ്പോഴും ലീഗ് വഴിതെറ്റാതെ പിടിച്ചു നിർത്തിയ ഒരു നേതാവാണ്. അത് അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ CH മുഹമ്മദ് കോയയുടെ ഒരു മുഖം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതെ അതെ, ഒരു സെക്യുലർ മുഖം അദ്ദേഹം സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്. ഓക്കെ, ഈ നിലവിലെ കാലത്ത് ലീഗ് അത്തരത്തിലുള്ള വെല്ലുവിളി, ആ സെക്യുലർ സ്വഭാവം കാണിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള പേരിന് കളങ്കമുണ്ടാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെ വളരെയധികം പേര് തിരുത്താൻ ശ്രമിക്കുന്ന, തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. അതെ, E.T. മുഹമ്മദ് ബഷീർ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോലും ചില വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ വലിയ മാറ്റം കണ്ടു എന്നുള്ളതാണ്. അതുപോലെ കെ എം ഷാജി RSSകാരെ കുറിച്ച് പോലും നല്ലത് പറഞ്ഞിരുന്ന ഒരാളാണ്. ആ കെ എം ഷാജി ഇപ്പം മാറിയത് എങ്ങനെയെന്ന് ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇവരിലെല്ലാവരും പലരിലും വന്നുപോയി. പക്ഷേ എന്നിട്ടും ആ മാറ്റങ്ങളൊക്കെ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പുറമെ പ്രകടിപ്പിക്കാത്ത സൗമ്യതയും രമ്യതയും സഹവർത്തിത്വവും സാഹോദര്യവും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി. അതിന് യാതൊരു സംശയമില്ല. നയപരമായ നീക്കങ്ങളിൽ വലിയ സ്റ്റാൻഡേർഡ് അദ്ദേഹം സൂക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ PK ബഷീർ എന്നുള്ളത് വളരെ ശക്തമായ ഒരു ശബ്ദം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രതിധ്വനിപ്പിക്കുവാൻ സാധിക്കും. ഏറ്റവും നല്ല ഹാസ്യം ഹാസ്യമാണ് ഏറ്റവും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സീതി ഹാജി അങ്ങനെയായിരുന്നു. അതെ, കാര്യം പറഞ്ഞാൽ ഗംഭീരമായിട്ട് കാര്യം പറയും. തമാശ പറഞ്ഞാൽ എല്ലാവരും ചിരിച്ച് മണ്ണ് കപ്പുന്ന തമാശ പറയാനും വാപ്പയും മോനും ഒരുപോലെ സമർത്ഥരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഏറനാടൻ വാമൊഴിയുടെ തീർച്ചയായിട്ടും നല്ല ആ ഒരു ശൈലി അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് സീതിഹാജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സീതിഹാജി പിന്നെ ഫലിതങ്ങളുടെ ഒരാളാണ്. ഈ മരം മുറിക്കുന്നതിന് ചോദിച്ചപ്പോൾ മരം ഇല്ലെങ്കിൽ മഴ പെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ കടലിലേക്ക് എങ്ങനെയാണ് മഴ പെയ്യുന്നത്, കടലിൽ എത്ര മരമുണ്ടെന്ന് ചോദിച്ച രീതിയിൽ അദ്ദേഹം ഈ ഹാസ്യവും എന്നാൽ ചിലപ്പം ഈ മുട്ടുതർക്കം എന്ന് പറയില്ലേ, അതുപോലെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തി. അതെ, ഈ ഒരു ഘട്ടത്തിൽ PK ബഷീർ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിൽ സീനിയർ നേതാവാണ്. അത് അബ്ദുൽ ഗഫൂർ ഉണ്ട്, മറ്റൊരു നേതാവ്, ഇബ്രാഹിം കുട്ടിയുടെ മകൻ. അതെ അതെ, കളമശ്ശേരിയിൽ രാജീവിനെ തോൽപ്പിച്ചയാൾ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊന്ന് KM ഷാജിയാണ്. KM ഷാജി ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ കേരളത്തിൻ്റെ സെക്യുലർ മുഖത്തിന് പരിക്കേൽപ്പിക്കാതെ പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അദ്ദേഹം ഇന്ന് ചെയ്ത സത്യപ്രതിജ്ഞ അത്തരത്തിലുള്ളതാണെന്ന് അദ്ദേഹം ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, മറ്റൊന്ന് ഷംസുദ്ദീനുണ്ട്. അതെ, ഷംസുദ്ദീനായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് കേൾക്കുന്നത്. അതെ, അത് കഴിഞ്ഞ് നമുക്ക് RSPയുടെ ബേബി ജോൺ സാറിൻ്റെ മകൻ ഷിബു ബേബി ജോൺ. അത് തിരിച്ചുവരവ് സാറിൻ്റെ ഏതാണ്ട് ക്വാളിറ്റിയൊക്കെ അതുപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, സംസാരത്തിലും പ്രവൃത്തിയിലും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായി അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതിനു മുമ്പുള്ള ഒരു പരാതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ പരാതി പരിഹരിച്ചു, വിജയിച്ചു വന്നു, മന്ത്രിയായി. അതാണ് മറ്റൊന്ന്. പിന്നെ CP ജോൺ, പലപ്പോഴും നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം മന്ത്രിയായെങ്കിൽ. പക്ഷേ അത് സാധിച്ചിരിക്കുകയാണ്. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെണീറ്റ ഒരു ചുവന്ന നക്ഷത്രമാണ് CP ജോൺ. ഒരു ഹൈ ക്ലാസ് നേതാവ് എന്ന് നമുക്ക് പറയാം. ക്ലാസ് ഉള്ള ഒരു നേതാവാണ്, വിവരമുള്ള, നല്ല വിദ്യാഭ്യാസം മാത്രമല്ല വിവരവുമുള്ള ഒരു നേതാവ്. അതാണ് പ്രധാനം. കാരണം നമ്മൾ പലരും ഒരുപാട് വായിക്കുന്നത് ആസൂത്രണ ബോർഡിൻ്റെയൊക്കെ പലരും പറയും 1 പേജ് വായിച്ചാൽ 2 പേജ് ചിന്തിക്കണം, 3 പേജ് പ്രവർത്തിക്കണം എന്ന് പറയും. ഏതാണ്ട് അതിൻ്റെ ഒരു ശൈലിയുള്ള ആളാണ്. പലരും വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല, ഈ വായിച്ച സാധനം ശ്രദ്ധിക്കും. അപ്പം നമുക്ക് ഇയാളൊരു വരട്ട് തത്വവാദിയായ ബുദ്ധിജീവിയാണെന്ന് തോന്നും. അദ്ദേഹം ഇത് CP ജോണിന് ആ ഒരു ഗുണമുണ്ട്. വായിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഇരട്ടി ചിന്തിക്കും. ഇതെങ്ങനെയാണ് കേരളത്തിലെ സാഹചര്യത്തിൽ യോജിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം അത് പുറത്തേക്ക് പറയുന്നത്. അതിനോടൊപ്പം അതേ രീതിയിൽ പ്രവർത്തിക്കാനും കൂടെയുള്ളൊരു വൈഭവം
ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഇപ്പോൾ നമുക്ക് കേരള കൗമുദിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണ്ട് ഇടതുപക്ഷത്തിൻ്റെ പാതയിലാണല്ലോ, ഇടതുപക്ഷത്തിൻ്റെ അംഗമായിരുന്നല്ലോ, CPM-ൻ്റെ കൂടെ. 80കളിൽ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സുരേഷ് കുറുപ്പിനൊപ്പം നിന്ന് പിന്നെ വളരെ ശക്തമായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം നയിച്ചയാളാണ്. യെച്ചൂരിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതാണ്. അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു SFIയുടെ അഖിലേന്ത്യാ നേതാവ്. അതെ, അഖിലേന്ത്യാ പ്രസിഡന്റ് ആവേണ്ട ആളാണ്, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ EMS-ഉം VS-ഉം കൂടെയാണ് പറഞ്ഞത് യെച്ചൂരി വരുന്നു, അയാൾക്ക് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കാൻ. അന്ന് ഒരുപക്ഷെ അവരെ രണ്ടുപേരെയും കണ്ട് ഞാൻ മാറണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മാറണ്ടെന്ന് അയാളെ വൈസ് പ്രസിഡന്റ് ആക്കാമെന്ന് വരെ പറഞ്ഞേനെ. കാരണം EMS-ന് അത്ര ഇഷ്ടമായിരുന്നു CP ജോണിനെ. പക്ഷേ CP ജോൺ അതിന് പോയില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇത്രയും നാൾ പരാജയം ഉണ്ടായിട്ടും ആ പരാജയമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് UDF-ന്റെ സെക്രട്ടറി ആയിട്ട് നിന്ന് വി ഡി സതീശനോടൊപ്പം പ്രവർത്തിച്ച് വി ഡി സതീശൻ്റെ മനം കവർന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. അതെ, മോൻസ് ജോസഫാണ് മറ്റൊന്ന്. പരിചയസമ്പന്നനാണ്, മന്ത്രിയായിട്ട് കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു അദ്ദേഹം. അതെ, അനൂപ് ജേക്കബും പിതാവിൻ്റെ പാത പിന്തുടർന്ന് മന്ത്രിയായിട്ടുണ്ട്. 2012 അദ്ദേഹം ജയിച്ചു. പിന്നെ അതിനുശേഷം ഇന്ന് വരെ മണ്ഡലത്തിൽ വേറെ ആർക്കും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിനെ പിന്നെ ഇതുവരെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 2012 മുതൽ 26 വരെ. ഈ 2016 ഇടത് തരംഗത്തിലും 2021 ഇടത് തരംഗത്തിലും ആടാതെ നിന്ന ഒരു നേതാവാണ് അനൂപ് ജേക്കബ്. മറ്റൊരു പുതുമുഖം അബു ജോൺ ജോസഫ്, PJ ജോസഫിന്റെ മകൻ. അതെ, വളരെ നല്ലൊരു ഭാവി രാഷ്ട്രീയത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പൻ്റെ പാതയിൽ മകൻ വിജയിച്ചു വരുമെന്ന് തോന്നുന്നു. സ്പീക്കർ പദവിയിലേക്ക് വരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രത്യേകം പറയേണ്ടതില്ല. പരിചയസമ്പന്നനായ നേതാവ്, നല്ല മെയ്വഴക്കമുള്ള നേതാവ്. സൗമ്യത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രിയാവേണ്ട ആളാണ്. ഇപ്പോൾ സ്പീക്കറായിരിക്കുന്നു. സഭയുടെ മുഴുവൻ നേതാവായിട്ട് നിൽക്കാനാണെങ്കിൽ സ്പീക്കറിന് ആ രീതിയിൽ നമുക്ക് സ്പീക്കർ എന്ന രീതിയിൽ പറയാം. സഭാനാഥൻ എന്നുള്ള രീതിയിൽ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു സ്റ്റേച്ചറുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ കുറേ കൂടി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും സ്പീക്കർ എന്ന് പറയുന്നത് അത്ര ചില്ലറ സ്ഥാനമല്ല എന്നെല്ലാവരും ഓർക്കണം, അല്ലേ സർ? പിന്നെ സ്പീക്കർ ഏറ്റവും ഒരു സഭയിലെ മുഴുവൻ പേരുടെയും ജനാധിപത്യത്തിൻ്റെ നാവ് നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അത് വലിയ പദവി തന്നെയാണ്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. അപ്പോൾ അതും ഒരു പരിചയസമ്പന്നയായ നേതാവാണ്. വളരെ നാളായിട്ട് പിന്നെ തോൽവി സംഭവിച്ച് നിന്നിട്ട് വിജയം നേടി ഇപ്പം അങ്ങനെ ഒരു പദവിയിൽ എത്തിയിരിക്കുന്നതാണ്. വളരെ സൗമ്യയാണ്, ജനകീയയാണ്, നല്ല പ്രവർത്തകയുമാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ ഒരു സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്തുലിതമായ ടീം, പരിചയസമ്പത്തിൻ്റെയും യുവരക്തത്തിൻ്റെയും ഒക്കെ തന്നെ സന്തുലിതമായ ഒരു ടീമാണ്. നമ്മളിപ്പോൾ ഓരോ ടീം സെലക്ഷൻ കഴിയുമ്പോൾ പറയുമല്ലോ, അതുപോലെ ഈ ടീം സതീശൻ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ധിക്കാരത്തിൽ നിന്നും വിനയത്തിലേക്കുള്ള ഒരു പാതയായിട്ടാണ് ഇപ്പോൾ അത് കാണുന്നത്. അതങ്ങനെ തന്നെ തുടർന്നാൽ തീർച്ചയായിട്ടും ഈ 102 സീറ്റ് കൊടുത്തത് ഞങ്ങൾ ചെയ്ത നല്ല കാര്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതും. പക്ഷേ ഈ മന്ത്രിമാർക്കും ഇത് ഹണിമൂണാണ്. ഇത് കഴിഞ്ഞു വരുന്നത് വെല്ലുവിളികളുടെ ഒരു കാലമാണ്. ആ കാലത്ത് ഈ ടീം ഇതുപോലെ നിന്ന് വിജയിക്കട്ടെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ദൃഢമാക്കിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ പറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ ടീം മെച്ചപ്പെട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു വിസ്മയം സൃഷ്ടിക്കാൻ വിസ്മയ രാജകുമാരന് കഴിയും. യെസ്. ഏതായാലും വി ഡി സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ടീം വി ഡി സതീശൻ ഒരു എക്സ്പീരിയൻസിൻ്റെയും പുതു ബ്ലഡിൻ്റെയും ഒക്കെ തന്നെ സന്തുലിതമായ ഒരു ടീമാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. വി ഡി സതീശൻ എന്ന കരുത്തുറ്റ നേതാവിൻ്റെ നേതൃത്വം ഈ മന്ത്രിസഭയ്ക്ക് വലിയ ദിശാബോധം നൽകും എന്നേവരും ഒരേ സ്വരത്തിൽ പറയുന്നു. പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുവാൻ വി ഡി സതീശനും കൂട്ടർക്കും സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വളരെ മികച്ചൊരു പ്രകടനം അത് നാട് ആവശ്യപ്പെടുകയാണ് ഈ ടീമിൽ നിന്നും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്വയം മറക്കാതെ മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിൻ്റെ മക്കളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, അതായത് സാധാരണക്കാരായ ജനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ അധികാരത്തിൻ്റെ മഞ്ഞളിപ്പിൽ മതിമറന്ന് അങ്ങ് ദന്തഗോപുരത്തിൽ കയറിയിരുന്ന് മറ്റുള്ളവരെയെല്ലാം നികൃഷ്ടജീവികളായി കണ്ട് പുറത്തേക്ക് കടക്കുവാൻ ആജ്ഞാപിച്ചുകൊണ്ട്
നിങ്ങൾ മുന്നോട്ട് പോയാൽ, ജനങ്ങളോട് വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളി മുന്നോട്ട് പോയാൽ ജനങ്ങൾ നിങ്ങളെ തൂത്തെറിയും. അതിന് ഇടവരാതിരിക്കുവാൻ, അതിന് ഇട നൽകാതിരിക്കുവാൻ നിങ്ങളാണ് പരിശ്രമിക്കേണ്ടത്, നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രവൃത്തിയും നാവും അതിന് നിങ്ങളെ സഹായിക്കട്ടെ, അതിലുപരി ചിന്താശേഷിയും. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.